പ്രായമായ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്ന പ്രവണത കൂടി വരുന്ന ഇക്കാലത്ത് മനോഹരമായ കവിതാലാപനത്തിലൂടെ പുതുതലമുറയ്ക്ക് ഉപദേശം നൽകുകയാണ് പത്തനംതിട്ട സ്വദേശി 72-കാരി പ്രഭാഷിണിയമ്മ. തന്റെ സമപ്രായക്കാർക്ക് പലർക്കും മക്കളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായപ്പോഴാണ് വിഷയത്തിൽ കവിതയിലൂടെ പ്രതികരിക്കാനും ഉപദേശിക്കാനും പ്രഭാഷിണിയമ്മ മുൻകൈയെടുത്തത്. പത്തനംതിട്ട റാന്നി മന്ദിരം സ്വദേശിനിയാണ് 72 വയസ്സുള്ള പ്രഭാഷിണിയമ്മ. വീട്ടിൽ പ്രഭാഷിണിയമ്മയ്ക്ക് ചുറ്റും എപ്പോഴും കുരുന്നുകൾ കാണും. പ്രഭാഷിണിയമ്മയുടെ കവിതാലാപനം കേൾക്കാനാണ് ഇവരുടെ ഇരിപ്പ്. വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസ്സകം വേണം വെടിഞ്ഞു അകന്ത. വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസ്സകം വേണം. തളരാതെ നിന്നെ വളർത്തിയ കൈകൾ തളർന്നപ്പോൾ താങ്ങാൻ എവിടെ നിൻ കൈകൾ. തന്റെ ഇടതും വലതുമിരിക്കുന്ന കുരുന്നുകൾക്കായി പ്രഭാഷിണിയമ്മയുടെ കവിതാലാപനം തുടരുകയാണ്. തളരാതെ നിന്നെ തളരാതെ നിന്നെ വളർത്തിയ കൈകൾ തളർന്നപ്പോൾ താങ്ങാൻ എവിടെ നിൻ കൈകൾ. മുതിർന്നവരെ ബഹുമാനിക്കണം. വൃദ്ധരായ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കരുത്. കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. പ്രഭാഷിണിയമ്മ മനസ്സ് തുറന്നു. നമ്മളെല്ലാവരും താലോലിച്ച് മക്കളെ വളർത്തുന്നു. നാളെ ഒരു സമയത്ത് നമ്മൾക്ക് ഉള്ളോട് തിരിഞ്ഞ് ഇത് പ്രവർത്തിക്കുവാണെങ്കിൽ നമുക്കെന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അവരുടെ മനസ്സിനെ പുതുക്കിയെടുക്കണം. അവർ സ്വയം ചിന്തിച്ച് ആ തന്തയോടും തള്ളയോടും അത്രമാത്രം സ്നേഹത്തോടെ കഴിയാനുള്ള ഒരു കഴിവും മനസ്സും അവർക്കുണ്ടാകണം. നിനക്കില്ലേ പൂമക്കൾ, അവർ വളരില്ലേ, വിധി നാളെ നിന്നെ പിടികൂടുകില്ലേ. പകുത്തുള്ള സ്നേഹം തിരിച്ചു കിട്ടാതെ തളർന്നൊരു നാളിൽ നീ കരയില്ലേ. ഇന്ന് ഞാൻ നാളെ നീ എന്ന സന്ദേശവും കവിതയിലുണ്ട്. അവർക്കില്ലേ പൂമക്കൾ, നിനക്കില്ലേ പൂമക്കൾ, അവർ വളരില്ലേ, വിധി നാളെ നിന്നെ പിടികൂടുകില്ലേ. തന്റെ സമപ്രായക്കാരായ പലരും മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നത് നോക്കി നിൽക്കാനേ പ്രഭാഷിണിയമ്മയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ. തന്റെ മക്കൾ തന്നെ ഏറെ കരുതലോടെയാണ് സംരക്ഷിക്കുന്നതെന്ന് പ്രഭാഷിണിയമ്മ പറയുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും വീടുകളിൽ അമ്മായിയമ്മയായിട്ട് വഴക്ക്, മരുമക്കളായിട്ട് വഴക്ക്, ഭർത്താവുമായിട്ട് വഴക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഭർത്താവിനോട് മരുമക്കൾ പറയും നിങ്ങളുടെ അമ്മ ഞാൻ നോക്കത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസരം ഉണ്ടാകും. ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മരുമോടെ മുമ്പിൽ കിടന്ന് ഞാൻ ഇതങ്ങ് പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മരുമോൾ ഒരു പ്രശ്നക്കാരിയല്ല, എൻ്റെ മക്കൾ ആരും പ്രശ്നക്കാരല്ല. 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ പ്രഭാഷിണിയമ്മയ്ക്കുള്ളൂ. കൊച്ചുമക്കൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിപ്പിച്ചു. വീട്ടിലെ മൂത്ത മകളായിരുന്നു പ്രഭാഷിണിയമ്മ. ഇളയവർ 5 പേരുണ്ടായിരുന്നു. പ്രഭാഷിണിയമ്മയുടെ കവിതാലാപനം തുടരുകയാണ്. പകുത്തുള്ള സ്നേഹം തിരിച്ചു കിട്ടാതെ തളർന്നൊരു നാളിൽ നീ കരയില്ലേ. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.